മിനി ബുക്സുകൾ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് വേണ്ടത് ഒരു സീസർ വേണം, പിന്നെ ഒരു പശ വേണം, പിന്നെ ഒരു വലിയൊരു പേപ്പറും വേണം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു മിനി ബുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതെടുത്ത് കണ്ടില്ലേ, എന്നിട്ട് ഇത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. ഒരിക്കലും തെറ്റാൻ പാടില്ല. കറക്റ്റായി മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് വെട്ടി കൊടുക്കണം കേട്ടോ. കത്രിക യൂസ് ചെയ്യേണ്ട സമയം. എൻ്റെ കത്രിക യൂസ് ചെയ്ത് നല്ല സൂക്ഷിച്ച് വെട്ടി കൊടുക്കുക കേട്ടോ. കൊളാവാണ്ട് കൂടുതൽ ശ്രമിക്കാം. Oh my God. നിങ്ങൾക്ക് ഇത്ര വലുപ്പത്തിലുണ്ടെങ്കിൽ ഒരു 2, 3, 4 പേപ്പർ എടുക്കേണ്ടി വരും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഒരു നോർമൽ ബുക്കാണ്, ഞാൻ മിനി ബുക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നോട്ട് ഇൻ നോർമൽ ഇവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, അല്ലാണ്ട് എൻ്റെ കുളമായാലൊന്നും കുഴപ്പമില്ല. കുള കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുളമായിട്ടൊന്നുമില്ല. ഇവിടുന്ന് ഇത്തിരി വിട്ടു. ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് അബദ്ധങ്ങളൊന്നും ഉണ്ടാക്കി എടുത്തിട്ടായി മിനി ബുക്ക് ചെയ്യുമ്പോൾ ഞാനങ്ങനെ ഒരു കഥ പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ സ്കൂളിലൊരു സ്റ്റാർ മേക്കിംഗ് ഡേ ഉണ്ടായിരുന്നു. അന്ന് പിറ്റേ ദിവസം ലീവായിരുന്നു, ശനിയാഴ്ച അങ്ങനെ എന്തോ ആയിരുന്നു. ഞായറാഴ്ച അന്ന് ഞങ്ങളോട് നന്നായിട്ട് ഉണ്ടാക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി പഠിച്ച് ചെറുതായിട്ട് വെട്ടുന്ന സമയത്ത് ഞാൻ ഫുൾ അങ്ങോട്ട് വെട്ടി അയാൾ ചെയ്യുന്നത് നോക്കാണ്ട് പോസ് അടിച്ചിട്ട് അങ്ങനെ ചെയ്തപ്പോഴാണ് കൊളായത്. നമുക്കൊരു പേപ്പർ എടുത്ത് ആ വെട്ടിയൻ്റെ ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഒരു വൈറ്റ് ബുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ ടു പീസ് ആക്കിയിട്ടുണ്ട്. ആ ഒരു പേപ്പറിനെ 2 പീസാക്കി, അത് വീണ്ടും എത്ര പീസാക്കി ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഒരു മിനിറ്റ്. നാല് പേപ്പർ ആയിട്ടോ. അപ്പോൾ ഫസ്റ്റ് 2 പിന്നെ 2, പിന്നെ ചെറിയ കുഞ്ഞു കുട്ടിപ്പന്മാരോടെ ഈ വലുപ്പത്തിലാക്കണമെങ്കിൽ നിങ്ങൾ വെട്ടാൻ പാടില്ല, ഇങ്ങനെ തന്നെ ഇരിക്കണം. അതിന് ശേഷം നമ്മൾ ഒരു പീസ് ഒന്നും കൂടി മടക്കി കൊടുക്കുക. ഇങ്ങനത്തെ വലുപ്പമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് ബുക്കുകൾ വെച്ചോ കേട്ടോ, അങ്ങനെ തുറക്കാൻ പറ്റില്ല. എനിക്ക് മിനി ബുക്ക്, ഇതും മിനി ബുക്ക് തന്നെയാണ്, ഇത്തിരിയും കൂടെ മിനി ബുക്കാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മിനി ബുക്ക് തന്നെ ഞാൻ ഇവിടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 2 പീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 4ക്ക് 2 കുട്ടികൾ ഇത്രയാണ് മക്കളെ. 6 ഇതും നിങ്ങൾക്ക് കാണിക്കുന്നു. ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ മടക്കി ഇട്ടതൊന്നും ഞാൻ കാണിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് അങ്ങോട്ട് വിചാരിച്ചു.
അതിൻ്റെ ഫുൾ വീഡിയോ ആണിത്. അതിൽ ഞാൻ ബ്ലൂ ഉണ്ടാക്കുന്നത് കാണിച്ചാൽ അതെങ്ങനെ പീസാക്കി വെട്ടി പീസാക്കിയെന്ന്. നീ ഈ പേപ്പർ എടുക്കുക, ഇങ്ങനെ മടക്കി കൊടുക്കുക. എൻ്റെ ചില ഭാഗമൊക്കെ ഒന്ന് കോളായിട്ടുണ്ട്. ഒപ്പത്തിനൊപ്പാക്കി കൊടുക്കുക. ഒപ്പത്തിനൊപ്പം പറയാൻ നമുക്ക് നല്ല സാമർഥ്യമല്ലേ, അതുമാതിരി ചെയ്ത് കൊടുക്കണം. പേപ്പറിനെ ചീത്ത പിടിക്കണം. എഴുതാൻ തന്നെ പേപ്പറിനനുസരിച്ചുള്ളത്. നിങ്ങളവിടെ ക്രിസ്മസ് കരോളൊക്കെ വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഈ ഗേറ്റ് കൂട്ടിയിട്ടാണ് ഇട്ടാറുണ്ട് കേട്ടോ. ഇഷ്ടമല്ല അവർ വരുന്നത്, ഗേറ്റ് കൂട്ടിട്ട് അവർ വരും. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കും. നെക്സ്റ്റ് പോവാം. എന്ന് വായോ ഇങ്ങോട്ട്, എനിക്ക് നിങ്ങളില്ലാതെ പറ്റൂലല്ലോ. എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് ഇത് വരച്ചതായതുകൊണ്ട് ഞാനിത് വെട്ടി കളഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ഇതും ഇങ്ങനെ ഒന്ന് ഇതാക്കണം. ഒരു മിനിറ്റ് നിലത്ത് വെച്ചാക്കിയാൽ എനിക്ക് മുളക് ബജിട്ട് വേണം. ഞാൻ മുളക് ബജി കഴിച്ചിട്ട് പറയാം. ബായ്. വിശക്കുണ്ടെങ്കിൽ ഒന്ന് തിന്നോട്ടാ. ഇതാ നോക്കാം. ഇതും അങ്ങനെ വെട്ടിയതൊക്കെ. 1 2 3 4 5 6 7 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കളയണോ? ഇത് കൂട്ടാല്ലേ, റബ്ബർ വെച്ച് മായ്ക്കാല്ലേ. മായ്ക്കണ്ട, അങ്ങനെ കിടന്നോട്ടെ. എല്ലാതും ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ മടക്കുക. നോക്കിക്കോ, ഒപ്പത്തിൽ മടക്കുക. തിരിച്ചുണ്ട് കേട്ടോ. എല്ലാം മടക്കിക്കോ. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കറക്റ്റ്ലി ആയിട്ട് മടക്കുക. 8 എണ്ണം ഉണ്ട് ഇതിൽ. ഫസ്റ്റ് എടുത്തതിന് ശേഷം പശ ഉണ്ടല്ലോ, പശ ഒന്ന് ഇതാ ഈ നടുവില്ലേ, ഇതായി കാണുന്നത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. തേച്ചു
ഇത് മടക്കിയിട്ട് ഇതിൻ്റെ ഈ പശ ഉള്ളിൽ വെച്ചെടുത്തിട്ട് ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. ഇവിടെ പ്രസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതാ നേരത്തെ മാതിരിന്ന് ഇവിടെയും ഒന്നൊട്ടിച്ച് ഈ വരേണ്ട അവിടെ. അല്ല ഒട്ടിച്ചെടുത്തിട്ട് കാണിച്ചാൽ. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ ബുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്കാൻ വെച്ചിട്ടോ. അങ്ങനെ നമുക്ക് നന്നായി ഉണങ്ങി വരും. അപ്പോൾ നമ്മളെ മിനി ബുക്ക് ഇവിടെ സെറ്റ് എന്താ ഒരു ഇത്തിരി ഫ്ലോപ്പ് ആവാണ്ട് സൂക്ഷിച്ചാണ് എന്താ മിനി ബുക്ക് സെറ്റിൽ പേജാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബായ്. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള മിനി ബുക്കാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നടുപേജ് ആണെങ്കിൽ ഇനി സ്റ്റെപ്ലയർ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ അങ്ങനെ ആക്കിയിട്ട് ഞാൻ ചില ബുക്കെല്ലാം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പശ ഉള്ളൊരു പശ വെച്ചിട്ടുണ്ടാക്കുക. സ്റ്റെപ്ലയർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സ്റ്റെപ്ലയർ വെച്ചിട്ടുണ്ടാക്കുക. എൻ്റെ വീട്ടിൽ രണ്ട് വെച്ചിട്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ബൈ.